വിഖ്യാതനായ എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാട് ഒരിക്കലൊരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. ചടങ്ങിനിടയിൽ ഒരു യുവ എഴുത്തുകാരൻ പൊറ്റക്കാടിനെ സമീപിച്ചു. തൻ്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് അയാൾ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പറച്ചിലാണ്. വാതോരാതെ അയാൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ പുസ്തകം അതിഗംഭീരമാണ്. പൊറ്റക്കാടിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അയാൾ പല അവകാശവാദങ്ങളും ഉന്നയിച്ചു. പൊറ്റക്കാട് വളരെ ശ്രദ്ധയോടെ അയാളുടെ സംസാരം കുറച്ച് കേട്ടു. ഒടുവിൽ അയാളുടെ സംസാരത്തിൽ ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ പൊറ്റക്കാടിനോട് ഇയാൾ ഒരു അഭിപ്രായം ചോദിച്ചു. എങ്ങനെയുണ്ട് പുസ്തകം? പൊറ്റക്കാട് പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം വളരെ ലളിതമായി ഒരു മറുപടി കൊടുത്തു. താങ്കളുടെ പുസ്തകം എത്രത്തോളം മികച്ചതാണെന്ന് കാലമാണ് തെളിയിക്കേണ്ടത്. എഴുത്തുകാരന് സ്വന്തം കൃതിയെപ്പറ്റി സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ആ കൃതി മറ്റുള്ളവരോട് സംസാരിക്കാൻ അനുവദിക്കുന്നതാണ്. ഈ മറുപടിയോ എഴുത്തുകാരൻ പ്രതീക്ഷിച്ചില്ല. അയാൾ മൗനത്തിലായി. ആ വാക്കുകളുടെ പൊരുൾ അയാൾക്ക് ശരിക്കും മനസ്സിലായി. ആ നല്ല കൃതി സ്വയം സംസാരിച്ചോളും, നമ്മൾ സംസാരിച്ചത് കുളമാക്കണ്ട എന്നാണ് എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞത്. ഒരു യഥാർത്ഥ കലാകാരൻ തൻ്റെ സൃഷ്ടികളിലൂടെയാണ് ലോകത്തോട് സംസാരിക്കുന്നത്. പൊറ്റക്കാടിൻ്റെ ആ വാക്കുകൾ ജീവിതത്തിൽ വിനയത്തിൻ്റെയും എളിമയുടെയും പ്രാധാന്യമാണ് ഊന്നി പറഞ്ഞത്. കാലമാണ് ഏറ്റവും വലിയ വിലയിരുത്തലുകാരൻ. കാലം തെളിയിക്കും ഒരു കൃതി നിലനിൽക്കണോ വേണ്ടത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞാലേ ഒരു സാഹിത്യകൃതിക്കെന്നല്ല എന്തിനും നിലനിൽക്കാൻ കഴിയൂ.